നമസ്കാരം, ഞാൻ സിജോ ദ്രവപ്പുഴ. വെൽക്കം ടു മൈ ചാനൽ സോൾ ബിയോണ്ട് ദ ടൈം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ഇന്ത്യൻ വിഘടനവാദികളുമായി കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച നടത്തുകയും ചെയ്യുന്ന അമേരിക്കൻ ഡിപ്ലോമസിയെ ഏത് തരത്തിലാണ് ഇന്ത്യ നേരിടുന്നത്, എന്തായിരിക്കും ഇന്ത്യയുടെ പരിപാടി, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ഇക്കണോമിയും ഇന്ത്യൻ ഇക്കണോമിയും തമ്മിലുള്ള വളരെ വലിയ അന്തരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവേശത്തിൽ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഡിപ്ലോമാറ്റ്സുകളെ പുറത്താക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യൻ മാർക്കറ്റിലോട്ടുള്ള അമേരിക്കൻ ആക്സസ് പരമാവധി തടയുക, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റുള്ള ഏരിയകളിൽ മാത്രം ആക്സസ് അലവ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള പിൻവാതിൽ നടപടികളാണ്. അതും ഇന്നത്തെ ലോകത്ത് അത്ര പ്രായോഗികമായിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് അമേരിക്ക ഇന്ത്യയിൽ ചെയ്ത അതേ നടപടി, അതേ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അമേരിക്കൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപിന് വൈറ്റ്സിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഡെമോക്രാറ്റ്സ് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ്സിൻ്റെ ടൂളായിട്ടുള്ള കമല ഹാരിസ് പോലെയുള്ള സ്ഥാനാർത്ഥികളും അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ട്രൈ ചെയ്യുന്ന അമേരിക്കയിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വോട്ടുകൾ പരമാവധി അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വോട്ടുകൾ സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഏകദേശം 2 കോടി വോട്ടുകൾ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ മാത്രമായിട്ടുണ്ടാകും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിൽ പോലും ഈ പറയുന്ന വിദേശ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികളുടെ അവിടെ വോട്ടുള്ള ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിൻ്റെ വോട്ട് ഏത് തരത്തിൽ മാറും? ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് വന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വിദേശ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ, അമേരിക്കക്കാർ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവിടെ സെറ്റിലായിട്ടുള്ള ആൾക്കാരത് ശ്രദ്ധിക്കുന്നുണ്ട്, അവരത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോട്ട് കൊണ്ടുവന്നാൽ ഭാവിയിൽ ഇവർക്ക് സംഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ഇവരും കൂടെ ഭാഗവാക്കാകേണ്ടി വരും എന്നുള്ളത് ഇവർക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും അത് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ഇമിഗ്രൻസ് അവിടെയുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഇമിഗ്രൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു അവയർനെസ് നടത്തുകയും ഇൻഡയറക്ട്ലി ട്രംപിൻ്റെ പാർട്ടി, അതായത് റിപ്പബ്ലിക്കൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. പക്ഷേ അതൊരു ഗവൺമെൻറ്റൽ ലെവലിൽ നമുക്ക് യാതൊരു കാരണവശാലും ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിൻവാതിലായിട്ടുള്ള നടപടികളായിരിക്കും, നമ്മൾ അമേരിക്ക ചെയ്ത പോലെയുള്ള നടപടികളായിരിക്കും നമ്മൾ കിടക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. എസ്പെഷ്യലി ഈ സെപ്റ്റംബറിൽ അമേരിക്കൻ ഇലക്ഷന് മുമ്പായിട്ട് നരേന്ദ്രമോദിജി യു എസിൽ പോകുന്നുണ്ട്. അവിടെയുള്ള ഹിന്ദു ഗ്രൂപ്പുകളുമായിട്ടും അവിടെയുള്ള ഇന്ത്യൻ ഡയസ്പോരയുമായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും സംഘടിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും കമല ഹാരിസ് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിസിബിളായിട്ട് ഈ വിഷയത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും അതേപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് റിപ്പബ്ലിക്കൻസിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും ഇന്ത്യ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവന്ന് ഇവർ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണം അവിടെയുള്ള ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ്, എസ്പെഷ്യലി ഇന്ത്യൻ ഡയസ്പൊറ ഉപയോഗിച്ച് മാക്സിമം വോട്ട് റിപ്പബ്ലിക്സിന് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഇലക്ഷനിൽ അത് ട്രംപിനെ സഹായിക്കുകയും അതുവഴി നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുകയും ചെയ്യും. പലരും വിലയിരുത്തുന്ന കമല ഹാരിസ് ഇന്ത്യൻ ഒറിജിനാണ്, അതുകൊണ്ട് അവർ ഇന്ത്യക്ക് അനുകൂലമായ നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കമല ഹാരിസ് ലെഫ്റ്റിസ്റ്റ് ആണ്, മാത്രമല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളാണ്. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരാണ് അതിൽ കാര്യങ്ങൾ മിക്കതും തീരുമാനിക്കുക. അതിന് പ്രസിഡന്റിന് വലിയ റോളൊന്നുമില്ല. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, G7 സബ്മിറ്റിന് പോയിട്ട് പറപ്പനെ പിടിക്കാൻ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോധമില്ലാതെ നടക്കുന്ന ഒരു ജോ ബൈഡനെ പോലെയുള്ള ഒരു പ്രസിഡന്റിനെ അവർ മുമ്പിൽ പപ്പറ്റായിട്ട് നിർത്തിയിട്ടാണ് അവരാണ് ഭരിക്കുന്നത്. ഇപ്പം നാളെ കമല ഹാരിസ് വന്നാൽ പോലും അവരെയും ഇതേപോലെ നിർത്തി ഭരിക്കാൻ പോകുന്നത് ഈ പുറകിൽ ഇപ്പോൾ ജോ ബൈഡനെ മുന്നിൽ നിർത്തി കളിച്ചവർ തന്നെയായിരിക്കും. ഇതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച്, എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഡൊണാൾഡ് ട്രംപാണ്.
ഡൊണാൾഡ് ട്രംപിനെ ഏതൊരു വിധത്തിലും അധികാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി അവർ ഏത് തരത്തിലുള്ള നീക്കങ്ങളും നടത്തും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ത്യൻ ഡയസ്പോര അല്ലെങ്കിൽ അവിടെയുള്ള ലീഗലായിട്ട് അവിടെ താമസിക്കുന്ന, ജോലി ചെയ്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ വംശജരായിട്ടുള്ള അവിടുത്തെ പൗരത്വമുള്ള ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ രാജ്യത്തിന്റെ താല്പര്യവും അതേപോലെ തന്നെ ലീഗലായി അവിടെ ജീവിക്കുന്ന ഏതൊരു അമേരിക്കക്കാരനെ പോലെയും നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ തരത്തിലുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയപ്പെടുകയും മാത്രമല്ല അവിടെ ഇതുപോലെയുള്ള തീവ്രവാദത്തിന്റെയും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവായി പോവുകയും ചെയ്യണം. അത് തടയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ഡൊണാൾഡ് ട്രംപാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഇന്ത്യൻസിനെ അവർ ടാർഗറ്റ് ചെയ്യും. എസ്പെഷ്യലി കാനഡ പോലുള്ള രാജ്യങ്ങളിൽ സിഖ് തീവ്രവാദികൾ ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദുസിനെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ട് നോക്കി കാണേണ്ട ഒരു വിഷയമാണ്. അധികം നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും വേണം. നമ്മൾ ഇന്ത്യക്കാർ എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് പോയവരെല്ലാം ലീഗലായി പോയവരാണ്. പലരും തന്നെ ലീഗലായി പോയി, ഇല്ലീഗലായിട്ട് അമേരിക്കയിലോട്ട് കുടിയേറുന്നവർ കുറവാണ്. ലീഗലായി അവിടെ എത്തിയവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഒരു നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര സാഹചര്യവും അമേരിക്കയിലെ ആഭ്യന്തര സാഹചര്യവും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഇതിൽ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ പരമ്പരാഗതമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡെമോക്രാറ്റ്സിനെ ആയിരുന്നു. അവരായിരുന്നു കുറച്ചുകൂടെ ഇമിഗ്രേഷൻ നയങ്ങൾ പണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ രീതിയിൽ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയത്. പക്ഷെ അവിടെ എത്തിപ്പെട്ടവർക്ക്, അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് റിപ്പബ്ലിക്കൻസിന്റെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് ജയിച്ചു വരികയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, അവിടെ ഇന്ത്യ എന്ന വികാരം മനസ്സിൽ സൂക്ഷിക്കുന്നവരും അവിടെ ഒരു സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നവരും ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയും കൃത്യമായി പോയി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് എല്ലാവരും വളരെ ചിന്തിച്ച് സ്വന്തം ബുദ്ധിക്ക് ബോധ്യപ്പെട്ട് എടുക്കുക. അത് നല്ല രീതിയിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ പറയുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതിന്റെ ആവശ്യകത എന്നുള്ളത്. നിങ്ങൾ വളരെ വ്യക്തമായി കാണാൻ UK പോലെയുള്ള രാജ്യങ്ങളിൽ നഴ്സിങ്ങിനൊക്കെ പോയി അവിടെ സെറ്റിലായി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചവർ വരെയും വൈറ്റ്സുമായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം യൂറോപ്പിൽ ഫാർ റൈറ്റ് അല്ലെങ്കിൽ എസ്പെഷ്യലി അമേരിക്കയിലാണെങ്കിൽ പോലും ഫാർ റൈറ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉയർന്നു വരാൻ അധികം താമസമൊന്നുമില്ല. അപ്പം അവിടെ നമ്മുടെ സമാധാനപൂർണമായ ജീവിതത്തെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്താൻ പോകുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ വൈറ്റ്സിന് നമ്മളോടുണ്ടാകുക, അല്ലാതെ അവരോടുണ്ടാകുന്ന ദേഷ്യം നമ്മുടെ മേലും കൂടെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ബോർഡർ പോളിസീസും നാഷണൽ സെക്യൂരിറ്റി വിഷയങ്ങളിൽ ഏറ്റവും നല്ല നടപടികൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കളെ നമ്മളുടെ ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർ ഉൾപ്പെടുന്നവർ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.